ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദാവീദ് രാജാവിനെക്കുറിച്ചും സാവൂൾ രാജാവിനെക്കുറിച്ചുമെല്ലാമായിരുന്നു. സാവൂളിൻ്റെ മേൽ അഭിഷേകം ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിയെ ഉപദ്രവിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ദാവീദ് 3 പ്രാവശ്യവും സാവൂൾ രാജാവിനെ കൊല്ലുവാൻ വേണ്ടി സാഹചര്യമൊത്തു കിട്ടിയപ്പോഴും യാതൊന്നും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് മുറിച്ചെടുത്തിട്ട് അദ്ദേഹം ആ ഗുഹയിൽ നിന്ന് പുറത്തുപോയപ്പോൾ ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് അല്പം മുറിച്ചെടുത്തതിൽ ഞാൻ ഖേദിക്കുന്നു. കാരണം ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് യാതൊരുവിധ ഉപദ്രവവും ചെയ്യാൻ പാടില്ല എന്ന തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഭിഷേകം പല വ്യക്തികളിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചില വസ്തുക്കളെ അഭിഷേകം ചെയ്യാറുണ്ട്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു, മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യുന്നു, എല്ലാ പുരോഹിതരെയും അഭിഷേകം ചെയ്യുന്നു, ചില വസ്തുക്കളെ അഭിഷേകം ചെയ്യുന്നു. ഇസ്രായേൽ ജനം പരസ്പരം അഭിഷേകം ചെയ്യുന്നുണ്ട്. അഭിഷേക തൈലത്തെ ആനന്ദത്തിൻ്റെ തൈലമായിട്ട് ജനം പരിഗണിച്ചിരുന്നു. പ്രൈസ് ലോർഡ്. രാജാവിനെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ അത് യഹോവയുടെ അംഗീകാരമായിട്ട് അതിനെ കരുതുന്നു. തന്നെയുമല്ല, ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ പങ്കാളിയുമായി രാജാവ് മാറുന്നു. ജനങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന രാജാവുണ്ട്. മറ്റൊന്ന് നമ്മൾ കാണുന്നത് മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യുന്നതാണ്. എന്തിനാണ് മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യുന്നത്? അതൊരു സ്ഥാനാരോഹണമല്ല, പിന്നെയോ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത വ്യക്തിയാണ്. പുരോഹിതര്, എല്ലാ പുരോഹിതരെയും, അഹ്റോന്റെ പുത്രന്മാരെയും തുടർന്ന് വരുന്ന എല്ലാ പുരോഹിതരെയും അഭിഷേകം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട വ്യക്തികൾ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ, അവരെ തൈലം കൊണ്ട് ശുദ്ധീകരിക്കുന്നുണ്ട്. അവരെ ശുദ്ധീകരിച്ച് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ചില വസ്തുക്കളെ തൈലം പുരട്ടി വിശുദ്ധീകരിക്കുന്നുണ്ട്. തൂണുകൾ, ബലിപീഠം, ചില പാത്രങ്ങൾ, സമാഗമ കൂടാരം, അങ്ങനെ വിവിധ വസ്തുക്കളിലേക്ക് തൈലം പൂശി, തൈലം പുരട്ടി അതിനെ വിശുദ്ധീകരിച്ച് ദൈവീയ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കപ്പെടുകയാണ്. യഹൂദര് ജെറുസലേമിൽ ഒന്നിച്ചു കൂടുന്ന, വർഷത്തിൽ 3 പ്രാവശ്യം അവരുടെ തിരുനാളിൽ അവർ ഒന്നിച്ചു കൂടണമല്ലോ. ആ തിരുനാളുകളിൽ അവർ ഒന്നിച്ചു കൂടുമ്പോൾ അവർ പരസ്പരം തൈലം പൂശി സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമായി അവയെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. പിന്നെ നമ്മൾ കാണുന്നത് തൈലം എപ്പോഴും ആനന്ദത്തിൻ്റെതായ ഒരു അടയാളം എന്ന നിലയിൽ അതിനെ കാണുന്നുണ്ട്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, പഴയ നിയമ പുസ്തകത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ടുവെക്കുന്ന അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക. പ്രവാചകന്മാരിലെ അഭിഷേകം നമ്മൾ മറ്റൊരു രീതിയിലാണ് കാണുക. ഏലീഷയെ അഭിഷേകം ചെയ്യണമെന്ന് കൽപ്പനയുണ്ടായിട്ടും ഏലിയ തൻ്റെ മേലങ്കി ഏലീഷയുടെ മേൽ ഇട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്തത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ദൈവം നിശ്ചയിക്കപ്പെടുന്ന ഒരാവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ കുടികൊള്ളുന്നുണ്ട്. പ്രവാചകന്മാരിൽ നിന്ന് പ്രവാചകന്മാരിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുമ്പോൾ
അതൊരു വചനപ്രഘോഷണത്തിൻ്റെ മേഖലയായിട്ടാണ് അവയെ കാണുക. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിൽ കുടികൊള്ളുന്നു. ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ പങ്കാളിയുമാണ് പ്രവാചകൻ. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാനും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളുടെ മുറിവുകളിലേക്ക് തായാലും ഒഴിച്ച് അവരെ വിശുദ്ധീകരിച്ച് അവരെ സൗഖ്യപ്പെടുന്ന അടയാളമായും കാണാറുണ്ട്. ദൈവമേ, ഇപ്പോൾ രോഗികളായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഐസിയിൽ കഴിയുന്ന, തലയിൽ ഞരമ്പ് പൊട്ടി ബ്ലീഡിംഗ് ആയിട്ട് അത് ഒത്തിരിയേറെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 ദിവസമായി ഇപ്പോൾ ഐസി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ജോസ് എന്ന് പറയുന്ന ഒരു മനസ്സംഘം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോസിൻ്റെയും ബീനായുടെയും ബ്രദറിലോയാണ്. ആ മകൻ്റെ മേൽ നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം സമർത്ഥമായി നിറയുവാനും പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുവാനും എത്രയും വേഗം ഐസികളിൽ നിന്ന് ഇറങ്ങി സൗഖ്യത്തോടെ തിരിച്ചു വരുവാനും അത് അങ്ങ് വരുത്തണമേ. നിൻ്റെ അഭിഷേകത്തിലേക്ക് നീ ഒഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധ അമ്മേ, ആശ്രയമാതാവേ, എല്ലാ രോഗികൾക്കും വേണ്ടിയും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് വേണ്ടിയും ആരിലേക്കെല്ലാം പകർന്നു കൊടുക്കുന്നുവോ അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായി ഉണ്ടാകുവാൻ അമ്മയെ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.